മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. വിളിച്ചതായിരുന്നു. അപ്പൊ സുഹൈലിനോടും യൂത്ത് ലീഗിന്റെ ആളുകളോടും നമുക്ക് വിളിച്ചു വെക്കാനൊന്നുമില്ലല്ലോ. സുഹൈലാണ് വിളിച്ചത്, സുഹൈലാണ് അത് റെക്കോർഡ് ചെയ്തത്. നമുക്ക് ഇപ്പോ പ്രദീപ് വിളിക്കും, യൂത്ത് ലീഗുകാർ വിളിക്കും, ഒക്കെ വിളിക്കുമല്ലോ. നമുക്ക് അവരോട് എന്താണോ പറയാനുള്ളത് അവരോട് പറയും. അപ്പൊ അത്രയും അതിപ്പോ യൂത്ത് ലീഗുകാരാണെന്നുള്ള നിലയ്ക്ക് നമ്മള് ഫോൺ കട്ട് ചെയ്യൂല, അവരോടും പറയും. അപ്പൊ യൂത്ത് ലീഗുകാരനാണ് അത് പിടിച്ചു കൊടുത്തിട്ടുള്ളത്, അല്ലാതെ എന്റെ കാർന്നല്ല. അല്ല, അവകാശവാദം എന്ന് അദ്ദേഹം ഇവിടെ പറഞ്ഞത് 3 ആള് മാത്രമാണ് ജലീലിന്റെ കാവലുണ്ടായിരുന്നത്. അപ്പോൾ നടക്കുന്ന സംഭാഷണം ജലീലിന്റെ അതാണ് യൂത്ത് ലീഗിന്റെ തിരുവേഗപ്പുറം പഞ്ചായത്ത് സെക്രട്ടറിയോടാണ് ഞാൻ സംസാരിച്ചത്. അദ്ദേഹമാണ് അത് റെക്കോർഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തെ ഇപ്പോ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. എനിക്ക് ഫോൺ ചെയ്ത് കാരണം ഇവനല്ല യഥാർത്ഥത്തില് റെക്കോർഡ് ചെയ്തത്. അത് ഇവന്റെ സ്പീക്കർ ഫോണിൽ ഇട്ടിട്ട് സംസാരിച്ചു. അപ്പൊ അതിന്റെ തൊട്ടടുത്ത് നിൽക്കണവനാണ് അത് റെക്കോർഡ് ചെയ്തത്. അതതിന് വ്യക്തമാണ്. കാരണം എന്റെ സംഭാഷണം സാധാരണ ഇപ്പൊ നമുക്കുള്ളൊരു ഫോണിൽ നിന്ന് നമ്മളത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരേപോലെ തന്നെ നല്ല വ്യക്തതയോട് കൂടി കിട്ടും. ഇത് അങ്ങനല്ലല്ലോ കിട്ടിയത്. അപ്പോ തിരുവേഗപ്പുറ പഞ്ചായത്ത് യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് സുഹൈലിനെ അവരിപ്പോ പുറത്താക്കിയിരിക്കും. അവര് സ്ഥാനത്ത് നിന്ന് മാറ്റി. ഈ ഞാനുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഫോൺ ചെയ്താൽ അപ്പൊ പുറത്താവും. അപ്പൊ പുറത്താവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാര് എനിക്കൊന്ന് ഫോൺ ചെയ്താൽ ഞാൻ ഏതായാലും കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒന്ന് പോയതിന്റെ ശേഷം ഞാൻ പോകുള്ളൂ. അത് നിങ്ങൾക്ക് ഉറപ്പിക്കാം. അല്ല, അത് വേണ്ട. അത് ഫിറോസും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഓലെ സന്ദർശിക്കാനേ എനിക്ക് പോണ്ടി വരുള്ളൂ. ഓൽക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് മണ്ഡലം MLA എന്നുള്ളത്. കാരണം ഇപ്പോ 3 ആള് പോയില്ലപ്പോ. നമ്മുടെ ആരിസ് പോയി, അതുപോലെ തന്നെ നമ്മുടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖയുടെ ഭർത്താവ് പോയി, പിന്നെ തെന്നലിന്ന് 3 ആള് പോയി അല്ലേ? തെന്നലിന് 3 ആള് പോയി. പിന്നെ ഇനിയിപ്പോ അടുത്തത് ഇസ്മായിൽ മുത്തേണം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. മൂപ്പരിങ്ങനെ ഇന്നോ നാളെ എന്നുള്ള നിലയ്ക്ക് നിൽക്കുക. വൈസ് പ്രസിഡന്റ് ഇന്നോ നാളെ എന്നുള്ള നിലയ്ക്ക് നിൽക്കുക പോകാന്. അപ്പൊ നമ്മളൊന്നും അവിടേക്ക് വില സുഖവിവരം അന്വേഷിക്കാൻ പോകുക എന്നല്ലാതെ കുറ്റം ചെയ്തിട്ട് പോണ്ടി വരില്ല. പക്ഷേ ഇപ്പോൾ സിപിഎമ്മിലെ ഇടിക്ക് പരാതി താങ്കൾ ഇതിനു മുമ്പ് ബന്ധപ്പെട്ട് ഇടിക്ക് പരാതി നൽകുമ്പോൾ മുഖ്യമന്ത്രി അതിലൊരു വിമർശനം ഉന്നയിച്ചു. അത് പിന്നാലെ പരാതി ഒരു ഗോഡൌൺ ഇല്ല അവിടെ. അതിന്റെ മറവിൽ നടക്കുന്നത് ഹവാല ബിസിനസ്സാണ്. ഇവിടെ നിന്ന് പണം അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ നിക്ഷേപിക്കുന്നതിനുള്ള സൗകര്യങ്ങളാണ് പല മുതലാളിമാർക്കും ഫിറോസ് ചെയ്തു കൊടുക്കുന്നത്. അതിനാണ് അദ്ദേഹത്തിന് 5.25 ലക്ഷം രൂപ പെർ മന്ത് ശമ്പളം കിട്ടുന്നത്. ഇതിവിടെ അതിനൊരു വിശദീകരണം പറഞ്ഞത് രജിസ്റ്റർ ചെയ്യുമ്പോ വെറുതെ ഒരു സംഖ്യ എഴുതലാണ്, അങ്ങനെ എഴുതിയതാണ്. അല്ലാതെ ചോദിക്കുന്നത് ഇതൊക്കെ സത്യമാണോ ചോദിക്കുന്നത് അത് ആർക്കും മനസ്സിലാവൂലേ? അങ്ങനെ ഉണ്ടോ? അപ്പോ എന്റെ അഭിപ്രായത്തിൽ അപ്പൊ UAE ഗവൺമെന്റിനെയും പറ്റിക്കാണ്, UAE ഗവൺമെന്റിനെയും വഞ്ചിക്കാണ്. ഇന്ത്യ ഗവൺമെന്റിനെ മാത്രമല്ല UAE സർക്കാരിനെയും വഞ്ചിക്കാണ് ചെയ്യുന്നത്. അതൊന്നും ഒരു പൊതുപ്രവർത്തകൻ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ ചെയ്താല് ആളുകൾ മുഴുവൻ അത് ചെയ്യാൻ വേണ്ടി തുടങ്ങും. പിന്നെ ഓരോ രാജ്യത്തിനും പിന്നെ എന്തിനാണ് പ്രത്യേകം നിയമം? ഇതിനൊന്നും ഒരു വിലയില്ല എന്നുണ്ടെങ്കിൽ വിൽക്കന്നെ അങ്ങനെ ആക്കിക്കൂടുന്ന UAE സർക്കാരിന് അവരുടെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇങ്ങനെ എല്ലാവർക്കും ഇടക്കിടക്ക് പോയി വരാനുള്ള ഒരു സൗകര്യത്തിന് ജോബ് വിസ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാക്കിക്കൂടെ? ഇങ്ങനെ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടോ? ഒരാളുണ്ടാവില്ല. ലീഗിലുണ്ടാവുമായിരിക്കും. വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇതുപോലെ തോന്നിയാസം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. കാരണം ആ രാജ്യത്തെയും വഞ്ചിക്കുകയാണ്.
എന്തൊരു പിന്നെ വിഡ്ഢിത്താണ് ഇവരൊക്കെ പറയുന്നത്. എന്തൊരു രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രസ്താവനകളാണ് ഇതൊക്കെ. ഇവർക്ക് എന്താണ് ജോലി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഹവാല തന്നെയാണ്. അപ്പൊ പറയും ഹവാല അത്ര വലിയ തെറ്റായിട്ടുള്ള കാര്യമാണോ? ഹവാല നിഷിദ്ധാണ്. ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ നിയമങ്ങൾക്കെതിരായിട്ട്, പ്രത്യേകിച്ച് സാമ്പത്തിക നിയമങ്ങൾ അട്ടിമറിക്കാൻ കാരണമാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രവൃത്തികളിൽ നമ്മൾ ഏർപ്പെടുന്നു എന്നുള്ളത്, ഹവാല, കള്ളക്കടത്ത്, ഇതൊക്കെ തന്നെ നിഷിദ്ധമാണ്. മതപരമായിട്ട് തന്നെ നിഷിദ്ധമാണ്. യാതൊരു സംശയവുമില്ല. മകളുടെ കല്യാണം വളരെ ലളിതമായി നടത്തിയാണെന്ന് അതിന് പൈസ വാങ്ങിയ ആളുകൾ പേരും പൈസ വാങ്ങി. അതിന് പൈസ ഞങ്ങളുടെ ഒക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് അതിന്റെ ഒക്കെ ചുമതല വഹിക്കുക, പണം ചെലവഴിക്കുക. അല്ലാതെ വ്യക്തികള് പൈസ കൊടുക്കുന്ന ഏർപ്പാട് CPIM ഇല്ല, ഇടതുപക്ഷത്തും ഇല്ല. അത് UDF പിന്നെ ഇത് വെച്ചിട്ട് പറയാണ് എന്ത്, ഓരോ സ്ഥാനാർത്ഥിയാണ് പണം ഇറക്കുന്നത് എന്ന്. സ്ഥാനാർത്ഥിക്ക് പണ സംബന്ധമായിട്ട് യാതൊരു കാര്യവും പിന്നെ അറിയേണ്ട കാര്യമില്ല. നമ്മള് തുണിയും വെള്ളക്കുപ്പായും ഇട്ടുങ്ങാണ്ട് രാവിലെ നമ്മളെ പെരയിൽ നിൽക്കണം. വണ്ടി അവിടെ വരും, ഏത് പ്രചരണ വണ്ടി, അതിൽ കേറി കൊടുക്കണം. അത് നമ്മൾ കയറണം. നബിൽ എടുത്തൊക്കൊന്നുമില്ല. അതൊക്കെ പിന്നീട് തീരുമാനിക്കാനുള്ള കാര്യങ്ങളാണ്. നമ്മളുടെ മനസ്സ് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ പിന്നോട്ട് പോയിട്ടില്ലല്ലോ. അതൊക്കെ പിന്നീട് വരുന്ന കാര്യമാണ്. അങ്ങനെ നിർബന്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. വെറുതെ എന്തെങ്കിലും ചോദിക്കുക. ഒരാളുണ്ട് പിന്നെ പോകുമ്പോ അങ്ങനെ പോയിക്കോട്ടെ എന്ന് ചോദിക്കല്ലേ. അല്ലല്ല, അങ്ങനെ എന്താ KT ജലീലിന് എന്താ കൊണ്ടുണ്ട്? അതൊന്നുമില്ല. ഇതിനെ പറ്റി ചോദിക്കും. അപ്പൊ അപ്പൊ മലപ്പുറം ജില്ലയിൽ ഒരു ഭാഗമുണ്ട്. അതിന് പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനൊക്കെ രണ്ടാമത് നോക്കുമ്പോ ഇപ്പൊ 50 ഭാഗം. മലപ്പുറം ജില്ലയ്ക്ക് ഏറ്റവും കൂടുതൽ ഭാഗം തന്ന ആളുകളാണ്. നാളെ ചരിത്രം താങ്കളെ അല്ല, അത്തരത്തിലുള്ള ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ കാഞ്ഞങ്ങാട് മുസ്ലിം ലീഗ് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയില് ഈ നിയമം അനുസരിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരം കൊടുത്തിട്ട് അവിടെ ഒരു ബാർ ഹോട്ടലിന് അവര് തദ്ദേശ സ്ഥാപന അനുമതി കൊടുത്തു. അങ്ങനെയാണ് ലീഗിന്റെ ചെയർമാനൊക്കെ പുറത്താക്കിയത്. എന്തായാലും തുടങ്ങിയെന്ന് വെച്ചാൽ പഞ്ചായത്ത് മെമ്പർമാരെ പണം കൊടുത്ത് സ്വാധീനിക്കാൻ വേണ്ടി തുടങ്ങി ഈ ബാർ ലോബി. അപ്പോഴാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുത്തിരുന്ന അധികാരം പിൻവലിക്കുന്നത്. എന്നിട്ട് വളരെ സുതാര്യമാക്കി വ്യവസ്ഥകളും കണ്ടീഷനുകളും വെച്ചു. ഈ മലപ്പുറം ജില്ലയില് 50 ബാർ, ഒരു ബാറേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഫിറോസ് പറഞ്ഞ ഞങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റുക? തിരൂരില് വേറെ ബാർ ഉണ്ടായിരുന്നില്ലേ? തിരൂരില് ഈ പിന്നെ ഇതിന്റെ ഇതൊക്കെ ആരാ കൊണ്ടുവന്നത്? ആരുടെ കാലത്താണ് കൊണ്ടുവന്നത്? ആര് പിന്നെ MLA ആയിരിക്കുന്ന സമയത്താണ് കൊണ്ടുവന്നത്? വളാഞ്ചേരിയിൽ ഒരു ബാർ ഉണ്ടായിരുന്നല്ലോ. ആ ബാർ ആരെ സമയത്താണ് കൊണ്ടുവന്നത്? ഈ ബീവറേജിന്റെ ചുമതല തന്നെ ചെയ്യാമെന്നില്ലായിരുന്നു ഒരു സമയത്ത്? വ്യവസായ വകുപ്പ് മന്ത്രി ആയിരുന്ന സമയത്തുണ്ടായിരുന്നു. ഇപ്പൊ മുനിസിപ്പാലിറ്റിയാണ് പിന്നെ വളാഞ്ചേരിയിലെ 2ാമത്തെ ബാറിന് അനുമതി കൊടുത്തത്. അല്ലാതെ ഞങ്ങളല്ല, സ്റ്റേറ്റ് ഗവൺമെന്റ് ഒന്നുമല്ല. അവിടെ ബിയർ പാർലർ വന്നു. അതും UDFന്റെ ഭരണകാലത്താണ് വന്നത്. അപ്പൊ അതൊക്കെ പച്ച നുണയാണ്. നമ്മൾ ചെയ്തത് എന്താന്ന് വെച്ചാല്, സ്റ്റേറ്റ് ഈ പഞ്ചായത്ത് മെമ്പർമാരെ ഇവര് പോയിട്ട് സ്വാധീനിച്ചിട്ട് കാഞ്ഞങ്ങാട്ടെ പ്രശ്നം ഉയർന്നു വന്നപ്പോഴാണ് അന്വേഷണത്തിൽ അവിടുത്തെ ലീഗ് മെമ്പർമാരിൽ പലരും പണം വാങ്ങിയിട്ട് ഈ ബാർ ഹോട്ടലിന് വേണ്ടിയിട്ട് കൂടെ നിന്നു. അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. ആ സമയത്താണ് ഇങ്ങനെ ഇതിന്റെ ഒരു വികേന്ദ്രീകരണം നടക്കണ്ട എന്ന് കരുതിയിട്ട് വളരെ സുതാര്യമായിട്ട് തന്നെ ഇത് പോകണം എന്നുള്ള നിലക്കാണ് അത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തത്. മലയാളം സർവകലാശാലയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് സർവകലാശാലക്ക് ഭൂമി കൊടുത്തോളൂ ഭൂമി വിൽക്കാനും വേറെ അങ്ങനെ പിന്നെ ആരും തുടങ്ങി. കാരണം ഇനിയിപ്പോ വിറ്റിയില്ലേ, വിറ്റത് പിന്നെ എങ്ങനെ മാറ്റുക? നിലവിലുള്ള സ്വത്ത് അദ്ദേഹത്തിന് വരാം. അതൊക്കെ എന്താന്ന് വെച്ചാല് 18 സെന്റ് വേറെ കൊടുക്കണം.
ഞാനോ? അത് ശരി, അങ്ങനെ അതൊക്കെ ഓല് ചെയ്യുന്ന കാര്യങ്ങളാണ് ഓല് പറഞ്ഞത്. ലീഗിൽ സാമ്പത്തിക കുറ്റം എന്ന് പറയുന്നത് ഹലാലായ കാര്യം, ഹറാമല്ല. ലീഗിൽ ഇന്നോളം സാമ്പത്തിക കുറ്റത്തിന് പുറത്താക്കപ്പെട്ട ഒരാളുണ്ടോ? MC കമറുദ്ദീൻ മാസങ്ങളോളം ജയിലിൽ കിടന്നത് എന്തിനാണ്? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനല്ല, ആൾക്കാരെ പറ്റിച്ചതിനാണ്, ബിസിനസ് ഷെയർ കൂട്ടിയിട്ട്. ലീഗിന്റെ കാസർഗോഡ് ജില്ലയിലെ മറ്റൊരു ഭാരവാഹി KS തങ്ങൾ, ഈ ഫാഷൻ ഗോൾഡ് തട്ടിപ്പിലെ ഒരു പ്രധാനപ്പെട്ട പ്രതിയാണ്. അദ്ദേഹം മാസങ്ങളായിട്ട് ഇപ്പോ ജയിലിൽ തന്നെയാണ്. ഒരു കേസ് കഴിയുമ്പോൾ വേറൊരു കേസിന് നേരെ പോവാണ്. ഇന്ന് വരെ MC കമറുദ്ദീനെ പുറത്താക്കിയിട്ടില്ല മുസ്ലിം ലീഗ്. ലീഗിന്റെ പല പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരും വഞ്ചിക്കപ്പെട്ട ലീഗുകാരായിട്ടുള്ള ആളുകൾക്ക് ഉറപ്പ് കൊടുത്തിരുന്നു പൈസ വാങ്ങിത്തരാന്ന്. ഒരാൾക്കും പൈസ കിട്ടിയിട്ടില്ല. TP ഹാരിസിന്റെ കാര്യം, ലീഗുകാരാണ് വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഇസ്മായിൽ മൂത്താടത്തിന്റെ പ്രശ്നം, നമ്മുടെ ഏറനാട് നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാരവാഹിയാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാപ്പാന്റെ ഭൂമി തട്ടിയെടുത്തു എന്ന്. നമ്മളാരുമല്ല, DYFI-കാരനല്ല പരാതിക്കാരൻ, അയാളെ പുറത്താക്കുക ചെയ്തത്. അപ്പൊ സാമ്പത്തിക കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകൾക്കെതിരായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചാൽ അവരെ പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അവർക്ക് എന്തെങ്കിലും ഒരു അപ്രീസിയേഷൻ അല്ല കൊടുക്കുന്നത്, ഇത് കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട്. ലീഗിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് അങ്ങനെ കുറെ ആൾക്കാരോട് അല്ല, ഉറപ്പായിട്ടും ചോദ്യം ചെയ്യും. കാരണം എന്താന്ന് വെച്ചാല് ഇതിലൊക്കെ പങ്കാളിത്തം ആർക്കെങ്കിലും ഉണ്ട് എന്ന് അവർക്ക് ബോധ്യമാകുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യണമല്ലോ. ഇപ്പൊ ചന്ദ്രികയെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു സ്രോതസ്സാക്കി മാറ്റിയത് കൊണ്ടാണല്ലോ 10-12 കോടി രൂപയാണ് ചന്ദ്രിക ഇഡിക്ക് കെട്ടിവെച്ചത്. ഇഡി ഫൈൻ അടച്ചത്. അല്ലെങ്കിൽ ചന്ദ്രിക പറയട്ടെ, 2.25 കോടി രൂപയാണ് അന്ന് പിന്നെ ഇത് ചെയ്തത്. അത്രയും കോടി രൂപ കെട്ടിവെച്ച്, അങ്ങനെ കെട്ടിവെക്കേണ്ട സാഹചര്യം എന്തിനുണ്ടാക്കി? വേറെ ആരുടെയും ഒരു പ്രവർത്തനത്തിന്റെ ഫലമായല്ലോ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ മുന്നിലേക്ക് ഇടി പോയത്. ലീഗ് നടത്തിയ ഈ വെട്ടിക്കൊള്ളന്റെ ഭാഗമല്ലേ? അതെ, അതായത് ചന്ദ്രികയുടെ മാനേജിംഗ് ഡയറക്ടർ, അതിന്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ തങ്ങളാണ് ഇതിനൊക്കെ ഒപ്പിട്ട് കൊടുക്കേണ്ടത്. ആ സാധനം കൊണ്ട് ഒപ്പിടിച്ചുകാണ്ട് ബാക്കിയുള്ളവരൊക്കെ മെല്ലെ തടി കഴിച്ചിലാക്കി. വേറെ ഏതെങ്കിലും ഒരു പത്രത്തിന് അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? കേരളത്തിലെ ഏതെങ്കിലും ഒരു പത്രത്തിന് ഇഡിക്ക് ഇത്രയും കൂടുതൽ സംഖ്യ ഫൈനായിട്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇവിടെ എത്ര പത്രങ്ങളുണ്ട്? കോൺഗ്രസിന്റെ പിന്നെ വീക്ഷണം ഉണ്ടല്ലോ, ആ വീക്ഷണം പത്രത്തിന് എപ്പോഴെങ്കിലും ഇഡിയുടെ അന്വേഷണം നേരിടേണ്ടി വന്നിട്ടുണ്ടോ? കള്ളപ്പണം വെളുപ്പിക്കാനുള്ള സ്രോതസ്സായിട്ട് വീക്ഷണത്തെ ഉപയോഗിച്ചു എന്നുള്ളതിന്റെ പേരിൽ അവർക്ക് ഫൈൻ അടക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ദി ഒൺലി ന്യൂസ് പേപ്പർ. ഇതൊക്കെ സത്യത്തിൽ ആരുടെ വിശ്വാസ്യതയാണ് ഇല്ലാതാക്കുന്നത്? ED ഉദ്യോഗസ്ഥന്മാർക്ക് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു അഭിപ്രായം തന്നെ പോവില്ലേ? നമ്മളൊരു പാർട്ടിയെ സംബന്ധിച്ചിട്ടുള്ള മതിപ്പ് ഉണ്ടാക്കിയെടുക്കേണ്ടത് എങ്ങനെയാണ്? ഈ പാർട്ടിയുടെ കാര്യങ്ങൾ സുതാര്യമാണ് എന്നാരാണ് അത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്? നമ്മളല്ലേ. അതിന് പകരം പോകുന്നവർക്കും വരുന്നവർക്കും ഒക്കെ സംശയിക്കത്തക്ക രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. അതുണ്ടാവാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. വയനാട്ടിലെ